ഇങ്ങനെ പ്രൊഫൈലിലേക്ക് പോയെന്താ? വണ്ടി റെഡി. ഓക്കെ. ഞങ്ങളിപ്പോ ഈ നമ്മുടെ വിദേശ പര്യടനത്തിന്റെ ഈ സ്കൂളില് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഒരു ശാരദ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് കലയിലോട്ട് ഇറക്കുന്നത്. അപ്പം ഈ 2 നാടകങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് മേനോ സാറുമായിട്ട് വലിയ പരിചയത്തിലാണ്. അപ്പൊ അങ്ങനെയാണ് മണിയമ്പിള്ള എന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് പിള്ളേര് മണിയമ്പിള്ള രാജേന്ദ്രന്റെ കൂടെ ഒരു സീനിൽ കുറച്ച് പിള്ളേർ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ മണിയമ്പിള്ള സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ സിനിമയെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യത്തില് വളരെ സന്തോഷപരമായിട്ടുള്ളൊരു സമീപനമായിരുന്നു സിനിമയെടുത്ത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം വന്നിരുന്നു. പക്ഷേ നമ്മുടെ നാടകത്തിൽ ചെയ്യുന്ന ഒരു വേഷത്തിന്റെ കിട്ടുന്ന ഒരു സുഖം, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ കിട്ടുന്നൊരു സുഖം തീർച്ചയായിട്ടും സിനിമയിൽ കിട്ടാറില്ല. കാരണം ഈ ക്ലൈമാക്സ് എടുത്തതിന് ശേഷമായിരിക്കും തുടക്കം എടുത്തതിന് ശേഷമായിരിക്കും ക്ലൈമാക്സ് എടുക്കുക. അപ്പൊ നല്ല പേര്. ജയറാം എത്ര കാലമായി കലാഭവനിൽ തുടങ്ങിയിട്ട്? കലാഭവനിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. 84 സെപ്റ്റംബറിൽ ഒന്നാണ്. ഇതിനു മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിൽ ഫസ്റ്റ് പിടിച്ച് പഠിക്കുമ്പോൾ എന്റെ മിമിക്രിക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ. യൂണിവേഴ്സിറ്റി ലെവലിലൊന്നും കോമ്പീറ്റ് ചെയ്തിട്ടില്ല. ഇന്റർ കോളേജ് ഫസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് പ്രോഗ്രാമിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് യേശുദാസിന്റെ കൂടെ പ്രോഗ്രാം പോയിട്ടുണ്ട്. അത് നാടകവേദിയുടെ മാനദണ്ഡങ്ങളും സിനിമയുടെ മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നാടകവേദി എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ച കുറേയധികം ഒരു വലിയ അളവ് വരെ രൂപപ്പെടുത്തിയ നാടക അഭിനയ അവതരണ സമ്പ്രദായം വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാവപ്രകടനത്തിൽ ഊന്നിയതായിരുന്നു. സാധാരണ സിനിമയിൽ കാണാത്ത ഒരു മുഖമാണ് ഇപ്പോൾ ഉള്ളത്. താടിയൊക്കെ വളർത്തിയിട്ട് അത് ഏതെങ്കിലും പടത്തിന് വേണ്ടിയിട്ടാണോ അതോ? ഇല്ല, ഞാനിപ്പോൾ ഒരു മാസത്തേക്ക് ഷൂട്ട് ചെയ്യുന്നില്ല, ഷൂട്ടിങ്ങിന് പോകുന്നില്ല. പിന്നെ താടി വളർത്താൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് പർപ്പസ് ഉണ്ട് വിചാരിച്ചു. നമ്മൾ ഈ കൺവെൻഷനെ മുഴുവൻ ബ്രേക്ക് ചെയ്യണ്ട.